പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ സൊല്യൂഷൻ ചാപ്റ്ററിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് കടക്കുകയാണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും ആദ്യത്തെ രണ്ട് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയായ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറും എലിവേഷനും ബോയിലിംഗ് പോയിന്റുമായിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയായ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റാണ്. എന്താണ് ഒരു ലിക്വിഡിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ? ഒരു ലിക്വിഡ് സോളിഡായി മാറുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലിക്വിഡ് ഫ്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ലിക്വിഡിന്റെ ലിക്വിഡ് ഫേസും സോളിഡ് ഫേസും തമ്മിൽ ഇക്വിലിബ്രിയത്തിലാകുക. അതേപോലെ തന്നെ ലിക്വിഡ് ഫേസിലെയും സോളിഡ് ഫേസിലെയും വേപ്പർ പ്രഷർ തുല്യമാകുക എന്നാണ് അർത്ഥം. ഇപ്പോൾ വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് നമ്മൾ പറയും. വാട്ടർ 0 ഡിഗ്രി സെൽഷ്യസിൽ ഫ്രീസ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസിൽ ലിക്വിഡ് വാട്ടറും സോളിഡ് വാട്ടറും തമ്മിൽ, വാട്ടറിന്റെ സോളിഡ് ഫേസും തമ്മിൽ ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കും. ലിക്വിഡ് ഫേസിലെയും സോളിഡ് ഫേസിലെയും വേപ്പർ പ്രഷർ തുല്യമായിരിക്കും. അപ്പോൾ എന്താണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്? ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത് പ്യുവർ വാട്ടറും ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത് സാൾട്ട് സൊല്യൂഷനും എടുത്ത് നമ്മൾ ഫ്രീസറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് എത്തിക്കഴിഞ്ഞാൽ പ്യുവർ വാട്ടർ ഐസായി മാറും, സാൾട്ട് സൊല്യൂഷൻ ഐസായി മാറുന്നില്ല. എന്തുകൊണ്ടാണ് സാൾട്ട് സൊല്യൂഷൻ ഐസായി മാറാത്തത്? സോൾവെന്റിന്റെ അകത്തേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വേപ്പർ പ്രഷർ കുറയും എന്ന് നമുക്കറിയാം. അപ്പോൾ പ്യുവർ വാട്ടറിന്റെ അകത്തേക്ക് നോൺ വോളറ്റൈലായ സാൾട്ട് ആഡ് ചെയ്തപ്പോൾ അതിന്റെ എന്ത് കുറയുന്നു? വേപ്പർ പ്രഷർ കുറയുന്നു. എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസിൽ ആ സൊല്യൂഷന്റെ ലിക്വിഡ് ഫേസിലുള്ള വേപ്പർ പ്രഷറും സോളിഡ് ഫേസിലുള്ള വേപ്പർ പ്രഷറും ഈക്വൽ ആവുന്നില്ല. അല്ലെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസിൽ ആ സൊല്യൂഷന്റെ ലിക്വിഡ് ഫേസും സോളിഡ് ഫേസും തമ്മിൽ ഇക്വിലിബ്രിയത്തിൽ ആവുന്നില്ല. അപ്പോൾ അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് കുറയുന്നു. എന്ന് പറഞ്ഞാൽ അതിനേക്കാളും താഴ്ന്ന ടെമ്പറേച്ചറിൽ, 0 ഡിഗ്രി സെൽഷ്യസിനേക്കാളും താഴ്ന്ന ടെമ്പറേച്ചറിലാണ് ആ സൊല്യൂഷന്റെ ലിക്വിഡ് ഫേസും സോളിഡ് ഫേസും തമ്മിൽ ഇക്വിലിബ്രിയത്തിൽ ആവുന്നത്. അങ്ങനെ ഫ്രീസിംഗ് പോയിന്റിൽ ഉണ്ടാവുന്ന കുറവിനെയാണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഫ്രീസിംഗ് പോയിന്റ് കുറഞ്ഞത്? നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തുകൊണ്ട് വേപ്പർ പ്രഷർ കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ എത്രത്തോളം ഫ്രീസിംഗ് പോയിന്റ് കുറഞ്ഞു എന്നുള്ളത് എത്രത്തോളം വേപ്പർ പ്രഷർ കുറഞ്ഞു എന്നതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്തുകൊണ്ടാണ് വേപ്പർ പ്രഷർ കുറഞ്ഞ? നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തത് കൊണ്ടാണ്. അപ്പം വേപ്പർ പ്രഷർ കുറയുന്നത് ആരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ടുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഫ്രം 1 and 2 delta TF is directly proportional to chi b. delta TF is equal to k into chi b. എന്തിനാ k കൊണ്ടുവന്ന്? പ്രൊപ്പോർഷണാലിറ്റി മാറ്റണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വേണം. delta TF is equal to k into np divided by na plus nb. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡയല്യൂട്ട് സൊല്യൂഷൻ്റെതായതുകൊണ്ട് na പ്ലസ് np അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു na. delta TF is equal to k into np divided by na. NBക്കും NAക്കും നമ്മൾ പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. NB is equal to WB divided by MP, NA is equal to WA divided by MA. delta TF is equal to K into WB into MA divided by MP into WA. ഈ ടേം എന്താണ്? മൊളാലിറ്റി ആണ്. delta TF is equal to K into മൊളാലിറ്റി into MA. K ഒരു കോൺസ്റ്റന്റ് ആണ്, MA അടുത്തൊരു കോൺസ്റ്റന്റ് ആണ് അല്ലേ? ഏതൊരു സോൾവെന്റിനും അതിന്റെ മോളിക്കുലാർ മാസ് കോൺസ്റ്റന്റ് ആയിരിക്കൂലേ? ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു അടുത്ത കോൺസ്റ്റന്റ് എന്താണ്? പുതിയൊരു കോൺസ്റ്റന്റ് കിട്ടും. മൊളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് ഓർ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. delta TF is equal to KF into molality. delta TF is directly proportional to molality. അപ്പോൾ delta TF എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നു? നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ delta TF ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്ത് പ്രോപ്പർട്ടിയാണ്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് TF, ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ, T0 of F, ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ്. ഈ ഡോട്ട് ഇട്ട് കാണിച്ചിരിക്കുന്ന അവസ്ഥയിലൊക്കെ സോൾവെന്റ് എന്തായിരിക്കും? സോളിഡ് ഫേസിൽ ആയിരിക്കും. മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ് KF. നമ്മൾ നേരത്തെ KB ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ. KF എന്തായിരിക്കും? ഇറ്റ് ഈസ് എ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് when molality of the solution is unity.
KF എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് തന്നെയാണ്. മൊളാലിറ്റി ഓഫ് സൊല്യൂഷൻ എത്രയായിരിക്കണം? 1 ആയിരിക്കണം. യൂണിറ്റ് ഓഫ് KF ഈസ് ഈക്വൽ ടു ഡെൽറ്റ TF ഡിവൈഡ് ബൈ മൊളാലിറ്റി, കെൽവിൻ ഡിവൈഡ് ബൈ മോൾ കിലോഗ്രാം ഇൻവേഴ്സ്. ഇപ്പം യൂണിറ്റ് എന്താ വരിക? കെൽവിൻ കിലോഗ്രാം മോൾ ഇൻവേഴ്സ്. ഏതൊരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെയും പ്രധാന ഉദ്ദേശം നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എന്താണ്? കാൽക്കുലേഷൻ ഓഫ് മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്. ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു KF ഇൻറ്റു മൊളാലിറ്റി. ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു KF ഇൻറ്റു മൊളാലിറ്റിനെ നമ്മൾ മാറ്റി എഴുതുകയാണ്. WB ഡിവൈഡ് ബൈ MP ഇൻറ്റു 1000 ബൈ WA. MP ഈസ് ഈക്വൽ ടു KF ഇൻറ്റു WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഡെൽറ്റ TF ഇൻറ്റു WA ആണ് മോളിക്കുലർ മാസ് കാണാനുള്ള ഇക്വേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. മോളിക്കുലർ മാസും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും എങ്ങനെയായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് നമുക്ക് ഡെയിലി ലൈഫിൽ ലോകത്തിന്റെ പല ഭാഗത്തും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. തണുപ്പ് രാജ്യങ്ങളിൽ റോഡൊക്കെ ഐസ് വന്ന് മൂടിപ്പോ, റോഡൊക്കെ ബ്ലോക്കായി. അപ്പൊ ഇത് മാറ്റാൻ വേണ്ടി എന്താ ചെയ്യുക? ഉപ്പിടുകയാണ് ചെയ്യുക. ഉപ്പിട്ട് കഴിഞ്ഞാൽ എന്താ? വാട്ടർ 0 ഡിഗ്രി സെൽഷ്യസിലാണല്ലോ ഫ്രീസ് ഐസായി മാറുക. ഉപ്പിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ത് ചെയ്യും? കുറയും. ഒരു -17-18 ഡിഗ്രി സെൽഷ്യസിലേക്ക് കുറയും. അങ്ങനെയാണ് ഈ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നത്. പിന്നെ തണുപ്പ് രാജ്യങ്ങളിൽ വണ്ടീൻ്റെ ഒക്കെ റേഡിയേറ്ററുള്ള വെള്ളം കട്ടായി പോകും 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പം അവിടെ ആന്റി ഫ്രീസിങ് ഏജന്റ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പം ആന്റി ഫ്രീസിങ് ഏജന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് കുറയും. അപ്പോൾ വാട്ടർ 0 ഡിഗ്രി സെൽഷ്യസിൽ ഐസായി മാറുന്നില്ല. നാലാമത്തേതും അവസാനത്തെയും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഓസ്മോട്ടിക് പ്രഷർ. പൈ എന്നുള്ള ലെറ്റർ കൊണ്ട് കാണിക്കും. ഓസ്മോട്ടിക് പ്രഷറിന് മുന്നേ നമ്മൾ പഠിക്കേണ്ടതാണ് ഓസ്മോസിസ്. എന്താണ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ? നമുക്കൊക്കെ നല്ല പരിചിതമുള്ള നമ്മളെ ജീവിതവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഓസ്മോസിസ്. നമ്മളൊരു ഫണലിന്റെ അടിയിൽ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ. എന്താ ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ? ഒരു മെംബ്രെയിൻ്റെ അകത്തൂടെ സോൾവെന്റിനെ മാത്രം കടത്തിവിടും. ആരെ കടത്തിവിടുകയില്ല? സൊല്യൂട്ടിനെ കടത്തിവിടാത്ത മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഒരു ഫണലിന്റെ അടിയിൽ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ കെട്ടിവെച്ചു. ഇതിൻ്റെ അകത്തേക്ക് സാൾട്ട് സൊല്യൂഷൻ, ഉപ്പ് വെള്ളം വെച്ചിട്ട് ഇതൊരു ബീക്കറിൽ വെച്ചു. ഈ ബീക്കറിന്റെ അകത്ത് ആരാ ഉള്ളത്? പ്യുവർ സോൾവെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ വാട്ടർ ആണുള്ളത്. ഇപ്പൊ ഇത്രയാണല്ലോ സാൾട്ട് സൊല്യൂഷന്റെ അളവുള്ളത്. കുറച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അളവ് കൂടിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. എന്താ സംഭവിക്കുന്നത്? ഈ ഫണലിന്റെ ഉള്ളില് കോൺസെൻട്രേഷൻ കൂടുതലും ഇപ്പുറത്ത് എന്താണ്? കോൺസെൻട്രേഷൻ കുറവാണ്. കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് പ്യുവർ സോൾവെന്റ് കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തേക്ക് മൂവ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോസിസ്. Osmosis is a phenomenon of movement of solvent from lesser concentration to higher concentration. Concentration കുറഞ്ഞ ഭാഗത്തിൽ നിന്ന് കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തേക്ക് സോൾവെന്റ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഓസ്മോസിസ്. അപ്പൊ എന്തായിരിക്കും ഓസ്മോട്ടിക് പ്രഷർ എന്നല്ലേ? നമുക്ക് ഈ ഓസ്മോസിസ് നടക്കണ്ടെങ്കിൽ നമ്മൾ ഈ സൊല്യൂഷന്റെ സൈഡിൽ ഇവിടെ നന്നായിട്ട് പ്രഷർ അപ്ലൈ ചെയ്യും. എന്തിനാ പ്രഷർ അപ്ലൈ ചെയ്യുന്നത്? ഇവിടുന്ന് സോൾവെന്റ് ഇങ്ങോട്ട് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ദ പ്രഷർ അപ്ലൈഡ് ടു ദ സൊല്യൂഷൻ സൈഡ്, സൊല്യൂഷന്റെ ഭാഗത്ത് അപ്ലൈ ചെയ്യുന്ന പ്രഷർ എന്തിനു വേണ്ടിയിട്ട്? ടു പ്രിവെന്റ് ഓസ്മോസിസ്. ഓസ്മോസിസ് നടക്കാതിരിക്കാൻ വേണ്ടി സൊല്യൂഷന്റെ ഭാഗത്ത് അപ്ലൈ ചെയ്യുന്ന പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് വിളിക്കുക. ദ പ്രഷർ എക്സേർട്ടഡ് ഇൻ ദി സൊല്യൂഷൻ സൈഡ് to prevent osmosis is called osmotic pressure. നമ്മുടെ ജീവിതത്തിൽ ഓസ്മോസിസ് എവിടെയാ കാണുന്നത്? നമ്മൾ
മാങ്ങ ഉപ്പിലിടുന്നൊരു പരിപാടി ഉണ്ട് അല്ലേ? മാങ്ങ ഉപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് കോൺസെൻട്രേഷൻ കൂടിയ സൊല്യൂഷനാണ്, ഉപ്പ് വെള്ളമാണ് അല്ലെ, സാൾട്ട് സൊല്യൂഷൻ. ഈ മാങ്ങേൻ്റെ അകത്ത് ആരുണ്ട്? സോൾവെന്റ് ഉണ്ട്, വാട്ടർ കണ്ടന്റ് ഉണ്ട്. അപ്പൊ എന്താ സംഭവിക്കുക? ഈ വാട്ടർ കണ്ടന്റ് എവിടത്തേക്ക് വരും? ഉപ്പുവെള്ളത്തിലേക്ക് വരും. മാങ്ങ എന്തായി പോവും? ചുളുങ്ങിപ്പോവും. പൂവൊക്കെ വാടിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ വെള്ളത്തിലിട്ടു. വെള്ളത്തിൻ്റെ അകത്തേക്ക് പൂവിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഓസ്മോസിസ് വഴി വാട്ടർ എവിടത്തേക്കും കയറി വരും. അപ്പം വാടിപ്പോയ പൂവൊക്കെ എന്താവും? നല്ല ഉഷാറായിട്ട് നിൽക്കും. പിന്നെ നമ്മൾ എവിടെയാ ഫ്രൂട്ട്സ് ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഷുഗർ സൊല്യൂഷൻ്റെ അകത്തിട്ട്, പണ്ട് കാലത്ത് ഇറച്ചിയൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഉപ്പ് തേച്ച് വെക്കുന്ന പരിപാടി. ഇവിടെയൊക്കെ നടക്കുന്നത് എന്താണ്? ഓസ്മോസിസ് ആണ് നടക്കുന്നത്. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്ന് പറയണം നമുക്ക്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് പറയണം. അക്കോർഡിംഗ് ടു വാൻ ഹോഫ് സൊല്യൂഷൻ ഇക്വേഷൻ, പൈ വി is equal to NP/RT എന്നാണ്. പൈ is equal to NP/RT/V. NP/RT/V നിങ്ങൾക്കറിയാം, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് സോൾവെന്റ് എന്തായിരുന്നു? മൊളാരിറ്റി. എന്താണ്? മൊളാരിറ്റി. പൈ is equal to MRT. ആറും ടിയും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. പൈ is directly proportional to molarity. Therefore osmotic pressure is a colligative property. ഓസ്മോട്ടിക് പ്രഷറുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആയ ഗ്യാസിന്റെ വാല്യൂസ് എന്തൊക്കെ വരാം? 0.0821 ലിറ്റർ ATM, കെൽവിൻ ഇൻവേഴ്സ്, മോൾ ഇൻവേഴ്സ്. പ്രഷർ എന്തിലാവുമ്പോൾ? ATM-ലാവുമ്പോൾ. ബാറിലാണെങ്കിൽ എന്താ വരിക? 0.0831 ഡെസിമീറ്റർ ക്യൂബ് ബാർ, കെൽവിൻ ഇൻവേഴ്സ്, മോൾ ഇൻവേഴ്സ്. കാൽക്കുലേഷൻ ഓഫ് മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്. സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കണം. ആരുപയോഗിച്ചിട്ടാണ്? ഓസ്മോട്ടിക് പ്രഷർ. പൈ is equal to MRT. നമ്മുടെ മോളിക്കുലർ മാസ് എവിടെയാണുള്ളത്? മൊളാരിറ്റീൻ്റെ അകത്താണുള്ളത്. പൈ is equal to WB divided by MP into 1000 by V into RT. നമ്മൾ പറഞ്ഞിട്ട് നേരത്തെ മോളിക്കുലർ മാസും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും തമ്മിൽ എങ്ങനെ പ്രൊപ്പോർഷൻ ആയിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. മോളിക്കുലർ മാസ് ഈക്വൽ ടു WB RT into 1000 ഡിവൈഡഡ് ബൈ പൈ V. ഇതാണ് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അഡ്വാൻറ്റേജസ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ മെഷർ ചെയ്യുന്നത് റൂം ടെമ്പറേച്ചറിലാണ്. ഇനി ഓസ്മോട്ടിക് പ്രഷറിന് മറ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ തമ്മിലുള്ള വ്യത്യാസം, ഓസ്മോട്ടിക് പ്രഷറിന്റെ വാല്യൂ ഡയല്യൂട്ട് സൊല്യൂഷൻ ആണെങ്കിൽ പോലും മാഗ്നിറ്റ്യൂഡ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ ഈസ് വെരി ഹൈ. എലിവേഷൻ ബോയിലിംഗ് പോയിന്റും ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റും ഒക്കെ വാല്യൂ വളരെ ചെറിയ വാല്യൂ ആണ്. Molecular mass of biomolecules and polymers are determined by using osmotic pressure method. ഒരു കാരണം ഓസ്മോട്ടിക് പ്രഷർ ഡിറ്റർമിൻ ചെയ്യുന്നത് റൂം ടെമ്പറേച്ചറിലാണ്. ഹൈ ടെമ്പറേച്ചറിൽ ബയോമോളിക്യൂൾസ് അൺസ്റ്റേബിൾ ആണ്, ബയോമോളിക്യൂൾസ് നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ റൂം ടെമ്പറേച്ചറിൽ മോളിക്കുലാർ മാസ് മെഷർ ചെയ്യാൻ പറ്റുന്ന ഓസ്മോട്ടിക് പ്രഷറാണ് ഇവർക്ക് ഏറ്റവും നല്ലത്. രണ്ടാമത്തെ, പോളിമേഴ്സിന്റെ മോളിക്കുലാർ മാസും ഡിറ്റർമിൻ ചെയ്യുന്നത് ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് വഴിയാണ്. പോളിമേഴ്സിന് സൊല്യൂബിലിറ്റി വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഏത് മെത്തേഡ് ഉപയോഗിക്കുന്നത്? ഓസ്മോട്ടിക് പ്രഷർ. അടുത്താണ് ഐസോടോണിക് സൊല്യൂഷൻ. ഐസോ മീൻസ് സെയിം ആണ്. ഒരേ ഓസ്മോട്ടിക് പ്രഷറുള്ള സൊല്യൂഷനുകൾ വിളിക്കുന്ന പേരാണ് ഐസോടോണിക് സൊല്യൂഷൻ. നമ്മളെ ഹ്യൂമൻ ബ്ലഡ് ഈസ് ഐസോടോണിക് വിത്ത് 0.9% മാസ് ബൈ വോളിയം. സാൾട്ട് സൊല്യൂഷൻ ഓർ സലൈൻ വാട്ടർ എന്ന് പറയും.
അപ്പോൾ ഹ്യൂമൻ ബ്ലഡിൻ്റെ ഓസ്മോട്ടിക് പ്രഷറുമായി അതേ ഓസ്മോട്ടിക് പ്രഷറുള്ള സൊല്യൂഷനാണ് 0.9% സാൾട്ട് സൊല്യൂഷൻ. ഇനി രണ്ട് സൊല്യൂഷൻ എടുക്കുക. ഒരാൾക്ക് ഓസ്മോട്ടിക് പ്രഷർ കൂടുതലും ഒരാൾക്ക് ഓസ്മോട്ടിക് പ്രഷർ കുറവുമാണെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ കൂടിയ സൊല്യൂഷനെ ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്നും ഓസ്മോട്ടിക് പ്രഷർ കുറഞ്ഞ സൊല്യൂഷനെ ഹൈപ്പോടോണിക് സൊല്യൂഷൻ എന്നും വിളിക്കുന്നു. റിവേഴ്സ് ഓസ്മോസിസ് ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ. നമുക്കിവിടെ കുടിക്കാൻ വേണ്ടിയിട്ട് ശുദ്ധമായ വെള്ളം കിട്ടുന്നുണ്ട്. ചില രാജ്യങ്ങളിലൊക്കെ കടൽ വെള്ളം ശുദ്ധീകരിച്ചിട്ടാണ് കുടിക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം അതിനുപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് റിവേഴ്സ് ഓസ്മോസിസ്. നമ്മളൊരു കണ്ടെയ്നറിൻ്റെ അകത്ത് സീ വാട്ടർ ഇവിടെ എടുക്കുന്നു, ഇവിടെ പ്യുവർ വാട്ടറും എടുക്കുന്നു. ഇതൊരു സെമി പെർമിബിൾ മെംബ്രെയിനാണ്. ഇവിടെ സാധാരണഗതിയിൽ റിവേഴ്സ് ഓസ്മോസിസിന് ഉപയോഗിക്കുന്ന സെമി പെർമിബിൾ മെംബ്രെയിൻ സെല്ലുലോസ് അസറ്റേറ്റ് ആണ്. അപ്പം നമുക്കറിയാം, ഇവിടെ സീ വാട്ടറും ഇവിടെ പ്യുവർ വാട്ടറും ആണെങ്കിൽ കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്ത് നിന്ന് കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തേക്ക് ആര് മൂവ് ചെയ്യും? സോൾവെന്റ് മൂവ് ചെയ്യും. അതിനെ നമ്മൾ എന്ത് വിളിക്കുക? ഓസ്മോസിസ് എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്യുന്നു, ഓസ്മോട്ടിക് പ്രഷർ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. അപ്പോൾ ഓസ്മോസിസ് സ്റ്റോപ്പ് ആവും. നമ്മളിവിടെ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടിയൊരു പ്രഷർ അപ്ലൈ ചെയ്താൽ ഈ സൊല്യൂഷൻ്റെ അകത്തുനിന്ന് സോൾവെന്റ് എവിടത്തേക്ക് പോകും? പ്യുവർ സോൾവെന്റിന്റെ ഭാഗത്തേക്ക് പോകും. എന്ന് പറഞ്ഞാൽ ഓസ്മോസിസിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ നമുക്കിവിടെ ആരെ കിട്ടും? സോൾവെന്റ് നമുക്കിവിടെ കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ വീണ്ടും ബാക്ടീരിയൽ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി നമുക്ക് കുടിക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കാം. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? റിവേഴ്സ് ഓസ്മോസിസ്. റിവേഴ്സ് ഓസ്മോസിസ് എങ്ങനെയാണ് നടത്തുക? ഇത് സൊല്യൂഷന്റെ സൈഡില് ഓസ്മോട്ടിക് പ്രഷറിനെക്കാട്ടും കൂടിയ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദ സോൾവെന്റ് മോളിക്യൂൾസ് ക്യൂസ് ഇൻ ടു ഈ സോൾവെന്റ് മോളിക്യൂൾസ് എവിടത്തേക്ക് മൂവ് ചെയ്യും? പ്യുവർ സോൾവെന്റിലേക്ക് മൂവ് ചെയ്യും. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് ഓസ്മോസിസ്. abnormal molecular mass. Molecular mass determined by any one of the colligative property may differ from normal molecular mass is called abnormal molecular mass. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഒരു സൊല്യൂട്ടിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിച്ചാൽ അത് ആക്ച്വൽ മോളിക്കുലാർ മാസിൽ നിന്നും വ്യത്യാസം കാണിക്കുന്നുണ്ട് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? അബ്നോർമൽ മോളിക്കുലാർ മാസ്. ഒരു കാര്യം ഓർമ്മിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞാണ് മോളിക്കുലർ മാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. പിന്നെ ഒരു കാര്യം ഇവിടെ ഓർത്ത് വെക്കേണ്ടത്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആണ്. നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടുമ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടും. നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിളിന്റെ എണ്ണം കുറയുമ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയും. അബ്നോർമൽ മോളിക്കുലാർ മാസിന് രണ്ട് കാരണങ്ങളാണുള്ളത്: മോളിക്കുലാർ അസോസിയേഷനും മോളിക്കുലാർ ഡിസോസിയേഷൻ. മോളിക്കുലാർ അസോസിയേഷൻ, അസറ്റിക് ആസിഡ് മോളിക്യൂൾസ് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കി രണ്ട് അസറ്റിക് ആസിഡ് മോളിക്യൂൾസ് ഒന്നായി മാറി, ഒരു ഡൈമറായി. അപ്പം ഇങ്ങനെ മാറുന്ന സമയത്ത് നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് കുറയും. രണ്ടെണ്ണുള്ളത് ഒന്നായി മാറിയില്ലേ? അപ്പം നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് കുറഞ്ഞാൽ ആര് കുറയും? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയും. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും മോളിക്കുലാർ മാസും തമ്മിൽ എങ്ങനെ പ്രൊപ്പോർഷനാ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അപ്പം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറഞ്ഞാൽ ആര് കൂടും? മോളിക്കുലാർ മാസ് കൂടും. അപ്പം ഒരു സോൾവെന്റിന്റെ അകത്ത് ഒരു സൊല്യൂട്ടിന് മോളിക്കുലാർ അസോസിയേഷൻ നടന്നാൽ അപ്പോൾ കിട്ടുന്ന മോളിക്കുലാർ മാസ് ആക്ച്വൽ മോളിക്കുലാർ മാസിൽ നിന്നും കൂടുതൽ ആയിരിക്കും. അടുത്ത ഇതാണ് മോളിക്കുലാർ ഡിസോസിയേഷൻ. ഇപ്പൊ NaCl നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു പാർട്ടിക്കിൾ ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്.
ആ സോൾവെന്റിൻ്റെ അകത്ത് Na+Cl- മാറുന്നു. രണ്ടെണ്ണമായല്ലോ. നമ്പർ ഓഫ് പാർട്ടിക്കിൾ കൂടി. നമ്പർ ഓഫ് പാർട്ടിക്കിൾ കൂടിക്കഴിഞ്ഞാൽ ആര് കൂടും? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടും. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടിയാൽ മോളിക്കുലാർ മാസ് എന്താ ചെയ്യുക? കുറയാണ്. അപ്പം സോഡിയം ക്ലോറൈഡ് ഒരു സോൾവെന്റിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് അതിൻ്റെ മോളിക്കുലാർ മാസ് നിങ്ങൾ ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വൽ മോളിക്കുലാർ മാസിനെക്കാട്ടും കുറവായിരിക്കും. അതിനെന്താ കാരണം? മോളിക്കുലാർ ഡിസോസിയേഷൻ ആണ്. അപ്പം ഇങ്ങനെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വഴി ഒരു സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസ് ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വൽ മോളിക്കുലാർ മാസിൽ നിന്നും വ്യത്യാസമുണ്ടാവുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടി വാൻ ഹോഫ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒരു ഫാക്ടർ കൊണ്ടുവന്നു. വാൻ ഹോഫ് ഫാക്ടർ, ഐ എന്നാണ് പറയുന്നത്. ഐ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഐ ഈസ് ഈക്വൽ ടു നോർമൽ മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളിക്കുലാർ മാസ് ഓർ ഒബ്സർവ്ഡ് മോളിക്കുലാർ മാസ്. അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഐ ഈസ് ഈക്വൽ ടു ഒബ്സർവ്ഡ് വാല്യൂ ഓഫ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ നോർമൽ വാല്യൂ ഓഫ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഇതുപയോഗിച്ചാണ് വാൻ ഹോഫ് ഫാക്ടർ ഐ കണ്ടുപിടിക്കുക. വാൻ ഹോഫ് ഫാക്ടർ ഐ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഐ ഉപയോഗിച്ച് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് മോളിക്കുലാർ മാസ് കാണാൻ വേണ്ടി കുറേ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ടല്ലോ. ആ ഇക്വേഷനൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. വാൻ ഹോഫ് ഫാക്ടർ വെച്ച് മോഡിഫൈ ചെയ്ത ഇക്വേഷൻ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ P0 ഫേസ് ഈക്വൽ ടു I into Kb. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ ടി ബി ഈക്വൽ ടു I into Kb into മൊളാലിറ്റി. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു I into Kf into മൊളാലിറ്റി. ഓസ്മോട്ടിക് പ്രഷർ ഈസ് ഈക്വൽ ടു I into mRT. ഇനി നമ്മൾ വാൻ ഹോഫ് ഫാക്ടർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഡിസോസിയേഷന്റെ കേസിൽ വാൻ ഹോഫ് ഫാക്ടർ കാണുക. ആൽഫ ഈസ് ഈക്വൽ ടു I-1 ഡിവൈഡഡ് ബൈ n-1 ആണ്. അസോസിയേഷന്റെ കേസിൽ ആൽഫ ഈസ് ഈക്വൽ ടു I-1 ഡിവൈഡ് ബൈ 1 ബൈ n-1. ഐ വാൻ ഹോഫ് ഫാക്ടർ ആണ്. ഇത് ഡിസോസിയേഷന് ശേഷമുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അസോസിയേഷന് ശേഷമുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആണ്. ആൽഫ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ആൽഫ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് undergo dissociation divided by total number of solute particles into 100. നമ്മൾ 100 സൊല്യൂട്ട് പാർട്ടിക്കിൾസ് എടുത്തു എന്ന് വിചാരിക്കുക. അതിൻ്റെ അകത്ത് 50 സൊല്യൂട്ട് പാർട്ടിക്കിൾ ഡിസോസിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പം ആൽഫ സീക്വൽ വരിക 50 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 100 സീക്വൽ എത്രയാണ്? 50% ഓർ 0.5. ഇനി 100 സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ അകത്ത് 80 സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഡിസോസിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ആൽഫ ഈക്വൽ ടു 80 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 100 is equal to 80% or 0.8. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളെ രണ്ടാമത്തെ ചാപ്റ്ററായ സൊല്യൂഷൻ്റെ സിലബസിലുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ വീഡിയോകളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ആണ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. ഈ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്യണം. എല്ലാ പ്രോബ്ലങ്ങളും എല്ലാ എക്സാം റിലേറ്റഡ് ക്വസ്റ്റ്യൻസും നമുക്കിങ്ങനെ വീഡിയോ വഴി ചെയ്ത് വേണ്ടി പറ്റില്ല. അതുകൊണ്ട്
കുറേ പ്രോബ്ലങ്ങൾ നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്ത് ശീലിക്കുക. നന്ദി, നമസ്കാരം.